ഹായ് എവരിവൺ, എൻ്റെ പേര് നെവിൻ ബെന്നി. ഞാൻ ശരദാസ് കുമാർ. ഞങ്ങൾ എടുത്തിരിക്കുന്ന പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഫോട്ടോറൈറ്റ്സ് വെബ്സൈറ്റായ ഷട്ടർ സ്റ്റോക്കാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്ത് കുറച്ച് പോരായ്മകൾ കണ്ടു. അതെല്ലാം മോഡിഫൈ ചെയ്തുകൊണ്ട് ഞങ്ങളുടേതായിട്ടൊരു വേർഷനായിട്ട് ഫോട്ടോറൈറ്റ്സ് എന്ന പേരിൽ തന്നെ ഞങ്ങളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ്. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പല യൂസേഴ്സ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തിരിക്കുന്ന പലതരം ഇമേജസ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഹോം പേജിൽ തന്നെ മുകളിലായിട്ട് ടോപ്പ് റൈറ്റ് കോർണറിൽ യൂസർ ഐക്കണും അപ്ലോഡ് ഐക്കണും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിന് ഒരു സെർച്ച് ബാർ ഫംഗ്ഷനാലിറ്റിയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സെർച്ച് ബാറിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. ഞാനിവിടെ വെറുതെ ബീച്ച് എന്ന് സെർച്ച് ചെയ്യുകയാണ്. ബീച്ച് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ബീച്ചുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഇമേജസും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇനിയിപ്പോൾ നമുക്ക് യൂസർ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ യൂസർ ഐക്കണിലെ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് കാണാം. യൂസർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാം യൂസർ പ്രൊഫൈൽ കാണാം, അതുപോലെ തന്നെ യൂസർ ലൈക്ക് ചെയ്തിട്ടുള്ള ഇമേജസ് കാണാം, അതുപോലെ തന്നെ യൂസർ കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ബോൺസ്, മൈ ലിസ്റ്റിങ്സ് ഇങ്ങനത്തെ ഓപ്ഷൻസും അതോടൊപ്പം പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനും ഹോം പേജിലേക്ക് തിരിച്ചു പോകാനും ലോഗ് ഔട്ടിന് വേണ്ടിയിട്ടൊരു ബട്ടണും നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഹോം പേജിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അടുത്തതായിട്ട് അപ്ലോഡ് ഐക്കണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്ലോഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും നമ്മൾ എത്തുന്നത്. അവിടെ ഞാൻ എൻ്റെ ഫയൽ ചൂസ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾക്ക് ഈ അപ്ലോഡ് ചെയ്യാനുള്ള ഇമേജിന് ഒരു ടൈറ്റിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഓതറിൻ്റെ പേര് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ പേര് തന്നെ ഇവിടെ കൊടുക്കുകയാണ് ടൈറ്റിലായിട്ട്. അതുപോലെ തന്നെ ഓതറായിട്ടും എൻ്റെ പേര് തന്നെ വെക്കുകയാണ്, നെവിന്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഫോട്ടോയുടെ കാറ്റഗറി ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്കിനി ഫോട്ടോയ്ക്ക് എന്തെങ്കിലും ടാഗ് എന്തെങ്കിലും കൊടുക്കാനുണ്ട്, അത് ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ നമ്മളുടെ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇമേജിൻ്റെ പ്രൈസൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. പ്രൈസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് പ്രൈസ് ഇങ്ങനെ ഇതുപോലെ കൂട്ടാം. ഇനി നമുക്ക് നേരെ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഫോട്ടോ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസ് പർച്ചേസ് ചെയ്യാനുള്ള പലതരം പ്ലാനുകൾ ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ വീണ്ടും താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും കാർട്ടിലേക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഹോം പേജിലേക്ക് പോകാം. ഹോം പേജിൽ പോയിട്ട് യൂസർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലൈക്ക്ഡ് ഇമേജസിൻ്റെ അകത്ത് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത് ലൈക്ക് ചെയ്ത ഇമേജ് അവിടെ കാണാം. അതുപോലെ തന്നെ മൈ കാർട്ടിൻ്റെ അകത്തും ആ ഇമേജ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വെബ്സൈറ്റിലെ മെയിൻ ഫങ്ഷണാലിറ്റീസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫോട്ടോറൈറ്റ്സ് വെബ്സൈറ്റിൻ്റെ ഫങ്ഷണാലിറ്റീസും ഫീച്ചേഴ്സും ഒക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്.